വിവരിച്ച ചുമരി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ KV ജോസഫ് സാറിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ റോസമ്മ, അതുപോലെ മക്കളായ ബ്ലസ്സിംഗ്, സൂസൻ, ഓപ്ഷൻ എന്നിവർക്ക് എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ കലാരൂപതയുടെ മക്കളായ കലാപിതാവിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അനുശോചനം പ്രാർത്ഥിക്കുന്നു. KV സാറിനെ വളരെ കാലം എനിക്കറിയാം. കാരണം ഏതാണ്ട് ഒരേ നാട്ടിൽ ജനിച്ചു വളർന്നത്. ഞങ്ങൾ സാധാരണയായി കാണുമ്പോൾ പല കാര്യത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വേറെ എവിടെയും കേൾക്കാനുണ്ടെങ്കിൽ സാറും അച്ഛനും ഒക്കെ അത്രമാത്രം സൗഹൃദം KV ജോസഫുമായിട്ട് ഉണ്ടായി. കല്യാണത്തിന് എന്ന പുരാതനമായ ആഠ്യത്വമുള്ള ബന്ധത്തിൽ 67 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവനാണല്ലോ KV ജോസഫ്. അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ സാമൂഹ്യ ജീവിതവും ഔദ്യോഗിക ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും വിശിഷ്ട സേവാമേഖലകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ മെഡൽ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഐസ്യാസിൻ്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം എന്നൊരു ഭാഗം ഇങ്ങനെയാണല്ലോ: He will reward me for what I do. പ്രവാചകന് തൻ്റെ ജീവിതം വ്യർത്ഥമായെന്നും താൻ ചെയ്തതൊക്കെ അർത്ഥമില്ലാത്തത് എന്നും തോന്നിക്കഴിഞ്ഞപ്പോൾ അവസാന ദൈവത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, അങ്ങനെയൊന്നുമല്ല, ദൈവം എനിക്ക് എൻ്റെ സമ്മാനം നൽകും. ദൈവത്തിൽ നിന്ന് സമ്മാനം മേടിക്കാൻ എൻ്റെ ജീവിതം ഉപകരിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുകയാണ്. ഇത് തന്നെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ തിരുവചനം ഇതുപോലെയാണ്: എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുമെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, എനിക്കായി കരുതപ്പെട്ടിരിക്കുന്ന സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. നമ്മളിന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും അഭിമാനത്തോടെ അദ്ദേഹത്തെ പറഞ്ഞിരിക്കുകയാണ്. ദുഃഖമുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സമൂഹത്തിൽ നിന്നും മാതൃകാപരമായ പൊതുജീവിതം, ഔദ്യോഗിക ജീവിതം ചെലവഴിച്ച ഒരു വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ടോടുകൂടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ദുഃഖമുണ്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ ചിന്തിക്കുന്ന ഒരു കാര്യം, 13-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് ഞാൻ ഒരു രാത്രി കഴിയുമ്പോൾ, ഈ രാത്രി കഴിയുമ്പോൾ നാളെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്ന് പറയുക. 14-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവര് ദുഃഖിതരാണ്. ഇത് കേട്ട ശിഷ്യന്മാർ ദുഃഖിതരാണ്. അങ്ങനെ കേട്ട ശിഷ്യന്മാർ ദുഃഖിതരായപ്പോൾ 2 കാര്യങ്ങൾ, തെയോളജിക്കലി ഡെപ്തുള്ള 2 കൊച്ചു കാര്യങ്ങൾ, അതായത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ അടിവരയിട്ട് പറഞ്ഞു. ഞാൻ പോകുമെന്ന് പറയുന്നത് ശരിയാണ്. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കരുത്. പിന്നെ പറഞ്ഞു, ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുക. ഞാൻ മരിക്കുമെന്നും ഞാൻ മരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും മരിക്കുമെന്നും അങ്ങനെ മരിക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുപോകാൻ വേണ്ടി സമാനവുമായി ഞാൻ വരുമെന്നും അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈശോയുടെ വാക്കുകളാണ്. കാരണം
എങ്ങനെയാണ് സമ്മാനം ലഭിക്കുക? അങ്ങനെ സമ്മാനത്തിനർഹനായി ഈശോ സന്ദർശിച്ച അവസരമാണ് KV ജോസഫ് സാറിനെ ഏതാനും അദ്ദേഹത്തിന്റെ സമ്മാനവുമായി ഈശോ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. കാരണം മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ തിരുവചനത്തില് ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് 34-ാമത്തെ തിരുവചനം എങ്ങനെയാണല്ലോ, അനുഗ്രഹിക്കപ്പെട്ടവരെ വരുമെന്ന് പറഞ്ഞിട്ട് 35-ാമത്തെ തിരുവചനം അതിന്റെ കാരണം പറയുന്നു. വിഷ്ണു ദാരിദ്ര്യ പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, ആര്? ഞാൻ. ഈ അവസരത്തിലൊക്കെ നിങ്ങളെ സഹായിച്ചു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ KV ജോസഫ് സാർ എനിക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം, കൈ തുറന്ന് രോഗികളെയും നിർദ്ധനരെയും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായം കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയും, ഇത് ഞാൻ തന്നതാണ് ആരോടും പറയും. ഇത് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തെന്ന് ആരും അറിയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പരസ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ തന്നതാണെന്ന് ആരും അറിയാതെ സഹായിച്ച ഒരു വ്യക്തിയാണ്. കാരണം മത്തായി സുവിശേഷം 6-ാമത്തെ തിരുവചനം എങ്ങനെയാണല്ലോ, നീ നർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ പോലും അറിയാത്ത രീതിയിൽ കൈയരിച്ച് ചുറ്റുമുള്ളവരെ അവരുടെ ആവശ്യത്തിന് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം സമ്മാനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സമ്മാനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. ആ സ്പോർട്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ കയറുമ്പോൾ ട്രാക്ക് തെറ്റാതെ എങ്ങനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിയമം തെറ്റിക്കാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച്, സ്ട്രീറ്റിൻ്റെ പ്രമാണത്തിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. പറഞ്ഞ ഒരു കാര്യമുണ്ട്, മരണം കൊണ്ട് ഒരു കാരണവശാലും ജീവിതം അവസാനിക്കുമെന്ന് ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യത്യാസം. ഈ ജീവിതം തീരുമ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്നും, അങ്ങനെ കടക്കുമ്പോൾ ദൈവം പ്രത്യേകം നൽകി വെച്ചിരിക്കുന്ന സമ്മാനം നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസവും ഉറപ്പുമാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ അവസാന പുസ്തകമായ റെവലേഷന്റെ അവസാന അധ്യായത്തില് 12-13 തിരുവചനം ഇങ്ങനെയാണല്ലോ, ദൈവം പറയുന്നു, ഞാൻ വേഗം മാത്രമല്ല എൻ്റെ സമ്മാനവും ഞാൻ കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഈ അവസരത്തില് ഞങ്ങളുടെ പ്രിയപ്പെട്ട KV ജോസഫ് സാറിന്, ഈശോയെ നീ വേഗം വരണമെന്നും നീ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം അത് സ്റ്റേറ്റും നമ്മുടെ രാഷ്ട്രവും നൽകിയതിനുപരിയാണ് നൽകണമെന്നും ഞങ്ങൾ പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന അതാണ്. ദൈവം നൽകുന്ന സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുറവുകൾ പരിഹരിക്കുന്നതിനായിരുന്നു ആ കുറവുകൾ പരിഹരിച്ച് അദ്ദേഹത്തെ നിത്യഭാഗത്തിലേക്ക് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി കന്യാമുതൽ കുടുംബത്തിനും മക്കൾക്കും കാര്യത്തിനും അതുപോലെ ഹോസമ്മയുടെ കുടുംബമാർക്കും പാലക്കൽ കുടുംബങ്ങൾക്കും സഹോദരന്മാർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള ഞങ്ങളുടെ ആശംസകളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സാറിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വലിയൊരു അപ്രീസിയേഷൻ സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ദൈവം അദ്ദേഹത്തെ നിത്യഭാഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരെയും ദൈവം തൊട്ട് ആശംസിക്കും.